ഗൈസ് ഇതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സൈറ്റ് 3 കിലോ വാട്ടാണ് ചെയ്യണത്. പാനൽ ഇതേ അവിടെയാണ് വന്നത്. അപ്പോൾ ഇൻവെർട്ടർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഈ സൈറ്റ് വരുന്നതെന്ന് വെച്ചാൽ കോതമംഗലമാണ്. അപ്പം ഞങ്ങൾ വന്ന വഴിക്ക് കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഞാൻ ഒന്ന് പ്ലേ ചെയ്യാം, നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോവാം. അപ്പോഴേക്കും ഞങ്ങൾ ഒന്ന് സെറ്റ് ചെയ്തിട്ട് വരാം. ഇവിടെ റിസ്ക് കേട്ടാ ലൈറ്റിങ്ങിനെ പിടിപ്പിക്കാനായിട്ട്. എന്താ സീനില്ല, അവിടെ നിൽക്കാനായിട്ടോ. അങ്ങനെ ഓടിച്ചു അവിടേക്കാണ് ആടായിട്ട് തോന്നും. അപ്പം ഞങ്ങൾ ചെന്നപ്പം നല്ല മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഞങ്ങൾ മുകളിൽ നിന്ന് കേബിൾ ഇറക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കേബിൾ കാര്യങ്ങൾ എടുക്കണതാണ്. എന്നിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയി കേബിൾ കാര്യങ്ങളൊക്കെ എടുത്ത് അളന്നിട്ട് കട്ട് ചെയ്ത് പിന്നെ ലൈനിങ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് പൈപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് മുകളിലോട്ട് പോയി. മുകളിലത്തെ പരിപാടി തീർത്തപ്പോഴേക്കും മഴ വന്നു. അതിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോയോ.
ഷീറ്റിന് മുകളിലാണ്. വീട്ടിന്റെ മേളില് പാനലിന്റെ മേളില് ഞങ്ങള്. ഇപ്പൊ ദേ ഇവിടുത്തെ വയറിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പണിയുണ്ട് ഗൈസ്, അതെ, പണിയുണ്ട്. അത്യാവശ്യം പണിയുണ്ട്. ഇതിന് മുകളിൽ പിടച്ച് കയറാനാണ് അതിന് കയറിയില്ലെങ്കിൽ താഴെ കിടക്കും. തൽക്കാലം ഞങ്ങൾ പോവുകയാണ് ഗൈസ്. മഴയ്ക്ക് മുമ്പ് പെട്ടെന്ന് ഇവിടെ പരിപാടി ഇറങ്ങണം, ഇല്ലെങ്കിൽ പണി പാടും. അതെ. അപ്പോൾ ഗൈസ് ഇവിടെ MC4 കണക്ടർ പിടിപ്പിച്ച് വയറിങ്ങൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാനലിൻ്റെ അടിയിൽ. അവൻ്റെ അവിടെ ലൈനിങ്ങിൻ്റെ അറസ്റ്റതൊക്കെ പിടിപ്പിച്ച് അതടിച്ചുകൊണ്ട് വരികയാണ്. മഴ പെയ്യാൻ സാധ്യതയുണ്ട്, നല്ല മഴക്കാരുണ്ട്. എപ്പോൾ വേണേലും മഴ പെയ്യാം. അതിന് മുമ്പ് ഇവിടുത്തെ തീർത്തിട്ട് ഇറങ്ങണം, ഇല്ലെങ്കിൽ ടാസ്ക് ആയിരിക്കുള്ളൂ. ഞാനപ്പോൾ താഴത്തോട്ട് ഇറങ്ങി, അവനവിടെ കണക്ഷൻ കൊടുത്തോണ്ടിരിക്കുകയാണ്. അവിടെ ഇനി ഇപ്പോൾ എല്ലാം MC4 അടിച്ച് ഇനി ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്താൽ മതി പൈപ്പിട്ട്. അപ്പോൾ ഞാൻ താഴത്തോട്ട് ഇറങ്ങി. താഴത്തോടെ എർത്തിൻ്റെ കുഴി കാര്യങ്ങളൊക്കെ എടുത്തോണ്ടിരിക്കാം. ഇവിടെ എർത്തെടുത്തോണ്ടിരിക്കുകയാണ് കുഴി. താഴത്ത് എർത്തടിക്കാൻ നോക്കിയപ്പോൾ ചെങ്കല്ലായിരുന്നു ഫുള്ള്, താഴെന്നുണ്ടായിരുന്നില്ല. നല്ല കലക്കാൻ ചെങ്കല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കംപ്രസർ വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടാണ് എർത്ത് ഇറക്കിയത്. അപ്പോഴേക്കും മഴ പെയ്ത്, നല്ല മഴയായിരുന്നു. പിന്നെ അന്ന് നിന്നില്ല വർക്കിന്, പിറ്റേ ദിവസമാണ് നിന്നത്. പിറ്റേ ദിവസം കംപ്രസർ കൊണ്ടുവന്നിട്ട് അത് കുത്തിപ്പൊളിച്ച് ആണ് എർത്തിറക്കിയത്. നല്ല കലക്കാൻ ചെങ്കല്ലായിരുന്നു, അതുകൊണ്ട് പൊട്ടണുണ്ടായിരുന്നില്ല. കംപ്രസർ വെച്ച് അടിച്ച് പൊട്ടിച്ചിട്ടാണ് എർത്തിറക്കിയത്. പിന്നെ മഴയും കാര്യങ്ങളായതുകൊണ്ട് ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഫൈനൽ ലുക്ക് അതിനത് ഇൻവെർട്ടറിൻ്റെ DBയുടെ ഒക്കെ അത് ഇതാണ്. വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഫുള്ളായിട്ടുള്ള കാണിച്ചിട്ടുള്ള ഒരു വീഡിയോ എടുക്കാം. അപ്പോൾ ശരി ഗൈസ്, ബൈ.